അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനി എത്തുമോ ഇല്ലേ എന്നുള്ള സംശയത്തിലായിരുന്നു എന്നാണ് സുനു പറയുന്നത്. ഇവളാണ് കേട്ടോ എൻ്റെ അനിയത്തി. ഇത് ഞങ്ങളുടെ ആമിക്കുട്ടി സുന്ദരിക്കുട്ടി. ഞങ്ങളെ കണ്ടവിടെ ഓടി എത്തി കേട്ടോ ആള്. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കയ്യിലിരുന്ന പൊതി കൂടി നൽകിയപ്പോൾ ആള് ഡബിൾ ഹാപ്പി. ആ ചിരി കണ്ടാൽ മതിയല്ലോ നമ്മുടെ മനസ്സ് നിറയാനായിട്ട്. ഇതാണ് ഞങ്ങളുടെ നന്ദക്കുട്ടൻ. ഞാൻ നന്ദപ്പൻ എന്ന് വിളിക്കും. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം വലിച്ചു പൊട്ടിച്ച് ആളുടെ ജ്യൂസ് ഒക്കെ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ ആമിക്കുട്ടി. ചുച്ചുനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആമിക്ക് ചുച്ചുനെ മതി. അത്രയ്ക്ക് ഇഷ്ടമാണ് ചുച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കാര്യം പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ദാണ്ടെ സുനുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ ഇതെല്ലാം. അവരും എത്തി. പിള്ളേരെല്ലാം കൂടെ അവിടെ കളികളായി. അപ്പോഴത്തേക്ക് ഞാൻ അവർക്കുള്ള ഫുഡെല്ലാം സെർവ് ചെയ്തു. ഇവര് ഭയങ്കര വൈബായിരുന്നു കേട്ടോ. ഇവര് നമ്മള് ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നതെങ്കിലും ഇവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിയും കളിയാക്കി നമ്മളുമായിട്ടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. അത്രയ്ക്ക് വൈബായിരുന്നു അവരെല്ലാവരും തമ്മിൽ. അപ്പോഴത്തേക്ക് ആമയും ലക്ഷ്മിയും കൂടെ അവിടെ ചോക്ലേറ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എനിക്ക് ആമിക്കുട്ടി അത് വായി വെച്ച് തന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോൾ അവരുടെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് അവര് പോവുകയാണ്. അവർക്ക് വർക്കുണ്ട്, അതുപോലെ തന്നെ വീട്ടിലും എത്തണം. അങ്ങനെ അവരെല്ലാം പോയി. പാറു മാത്രം അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അംഗൻവാടിയിൽ നിന്ന് ആമിക്കുട്ടിയുടെ ടീച്ചറും ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മേഘയും മീതും എത്തിയത്. ഇതും സുനുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. ഇവരും പൊളി വൈബായിരുന്നു. ഇവരുമായിട്ടും കുറച്ച് സമയമൊക്കെ കാര്യം പറഞ്ഞ് അവരുടെയും ഫുഡ് അടി കഴിഞ്ഞപ്പോൾ അവരും അവരുടെ ജോലിക്ക് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാറു അവിടെ നിന്നുകൊണ്ട് പാറു എല്ലാവരോടും പറഞ്ഞ് നമുക്ക് വെള്ളം കുടിക്കാൻ പോയില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് രേഖയെ വഴി വെച്ച് കണ്ടത്. ഞങ്ങളുടെ പഴയൊരു കൂട്ടുകാരിയാണ്. അങ്ങനെ വഴി വെച്ച് ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ദേവിയമ്മ തേര് വലിക്കാനായിട്ട് പോകുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ ചെന്ന് കടകളെല്ലാം അടഞ്ഞു കിടക്കുമായിരുന്നു. അമ്പലത്തിനടുത്തുള്ള കടയിലാണ് ചെന്നത് കേട്ടോ. ആ കടയിൽ ചെന്ന് ഞങ്ങൾ സർവ്വത്തും വെള്ളം എല്ലാം കുടിച്ച് അവിടുന്ന് നേരെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ബലൂൺകാരൊക്കെ എത്തിക്കഴിഞ്ഞു ബലൂൺ വിൽപ്പനയ്ക്കായിട്ട്. അവിടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പാറു പറഞ്ഞു ഞാനും പോവും, അവൾക്ക് കുഞ്ഞുണ്ട്, അവളെ നോക്കണം. വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് അവൾ വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അഖിലയെ മക്കളും എത്തി. ഇത് സുനുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളെ എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കുതിരയെ വലിക്കുന്നിടത്തോട്ടാണ് പോയത്. ഇവരെല്ലാവരുടെ കുതിരയെ വലിച്ചുകൊണ്ട് നേരെ പോയി. ഞാൻ നേരെ അമ്പലത്തിലോട്ടും കയറി. അവിടെ നാടൻ പാട്ട് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ കഥ പറയേ വേണ്ട അവിടെ നടന്നതൊക്കെ. ചടങ്ങ് നടക്കുന്നതിനാൽ നാടൻപാട്ട് തൽക്കാലം നിർത്തിവെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ കെട്ടുകാഴ്ച കാണാനായിട്ട് ഇറങ്ങി. ഭയങ്കര ഗംഭീര കെട്ടുകാഴ്ചയായിരുന്നു കേട്ടോ. കാരണം ഫ്ലോട്ടുകളും അവരുടെ ഡാൻസ്, അവരുടെ ഉത്സവം അവർ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു. പിന്നെ കരടികളും അങ്ങനെ ഭയങ്കര കെട്ടുകാഴ്ചയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. കുട്ടി അങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങൾ നിന്നില്ല കേട്ടോ. കാരണം ഇവർക്ക് എക്സാം ഉണ്ടായിരുന്ന പിറ്റേ ദിവസം നേരത്തെ തന്നെ ഇങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സ്നേഹം ലൈക്ക് തരിക, ഫോളോ ചെയ്ത് എന്നെ കൂടെ കൂട്ടുക. നിങ്ങളുടെ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്തുക കമൻറ്റായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.